15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഡബിൾ ടോപ്പ് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് തിരിച്ചിവിടെ ഒരു ഡബിൾ ടോപ്പിലാണ് ഇന്നലെ 2 വട്ടം സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ളത്. അവസാനത്തെ മണിക്കൂറുകളിൽ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഇവിടെയും നേരത്തെ സെയിം ലെവലിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ നമുക്ക് ഒരു റിജക്ഷൻ വന്ന ഏരിയ ആണ്. അപ്പോൾ ഇവിടെ തന്നെ സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത ഉണ്ട്. മാക്സിമം ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു 120 ആ ഒരു ലെവലിന് മുകളിലോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. കൃത്യമായിട്ട് നോക്കുക, 26,770 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് എൻട്രി എടുക്കാവൂ. 26,70 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാലും വലിയ ടാർഗറ്റിലോട്ട് പോകരുത്. ജസ്റ്റ് സ്കാൽപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു ഏരിയയിൽ 120 ഈ ഒരു ഏരിയയിൽ സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത ഉണ്ടാവും. 26,70 മുകളിൽ മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്കിലും ജസ്റ്റ് ഒരു 25-30 പോയിന്റ് മാത്രമേ ടാർഗറ്റ് വയ്ക്കാവൂ. ഇന്ന് എക്സ്പയറി കൂടിയാണ്. അപ്പോൾ മാർക്കറ്റിൽ സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാൻ നോക്കുക. എങ്കിലും 26,070-80 മുകളിൽ ഹോൾഡ് ചെയ്യുന്നത് റിസ്ക് ആയിരിക്കും. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ആയിരിക്കും. താഴോട്ട് 26,930 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടാർഗറ്റാണ്. ഏകദേശം ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും വലിയൊരു വീഴ്ചയിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുള്ള ഈ ഒരു ഷോർട്ട് കവറിങ്, അവസാന സമയത്ത് വന്നിട്ടുള്ള ആ ഒരു 15 മിനിറ്റിൽ നടന്നിട്ടുള്ള ഒരു ഷോർട്ട് കവറിങ്ങിൻ്റെ ക്യാൻഡിൽ ക്രോസ് ചെയ്ത് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. 15 മിനിറ്റിൽ 25,930 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 716 200 പോയിന്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നോ നാളെയും കൊണ്ട്. എങ്കിലും ഇതിനിടയ്ക്കുള്ള ലെവൽസ് നമ്മുടെ ഇൻട്രാഡേ ചാർട്ടിൽ നോക്കുക. 25,930 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫോളിലോട്ട് മാർക്കറ്റ് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്.